ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് നല്ല ടേസ്റ്റിയായ മലബാറി ചിക്കൻ ബിരിയാണി. ഈ ബിരിയാണി നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മലബാറി ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് നല്ല ഫ്ലേവറുള്ള നെയ്യ് നോക്കിയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പാടുള്ളൂ എപ്പോഴും. അപ്പോൾ 1 സ്പൂണ് ഞങ്ങളിവിടെ യൂസ് ആക്കുന്നത് RKG ആണ്. അപ്പോൾ അതിനാണ് നല്ല ഫ്ലേവർ ഉണ്ടാവും. നമുക്ക് 3 സവാള നല്ല സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഉരക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ എണ്ണ ആയില്ലോ പറഞ്ഞിട്ട് ഇതാക്കണ്ട. ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എണ്ണ ആവശ്യമുള്ളത് വേണമല്ലോ, അതുകൊണ്ടാണ്. നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനെ കണ്ട എല്ലാ ഭാഗത്തും ഒരേപോലത്തെ മിക്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പകുതി സമയം സവാള വറുക്കണതിലാണ് പോകും കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഈ സവാള നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ വരെക്കും ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചതച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. കട്ട് ചെയ്യാൻ പാടില്ല, മിക്സിയിലെ പേസ്റ്റ് പോലത്തെ ആക്കാൻ പാടില്ല, അങ്ങനെ ടേസ്റ്റ് വേറെ ആയി പോകും. അത് നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കുക, ചിക്കനിലൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നല്ല ഫ്ലേവറാണ് ഈ സമയത്ത് വരുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടെടുക്കണം. അതിൻ്റെ ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് നേരം 5 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ഉള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സവാള, അത് നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക.
ഈ സവോള ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടിയ കറിക്ക്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി 10 മിനിറ്റ് നമുക്ക് വേവിക്കുക. വേവിച്ച ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ചെക്ക് ചെയ്തിട്ട് നോക്കണം കേട്ടോ. മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. ആ അപ്പുറത്തെ അടുപ്പത്തേക്ക് കൂട്ടാനെ മാറ്റി വെച്ചിട്ടുണ്ട്, ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറ് വയ്ക്കാനും പാത്രം എടുക്കാം, നെയ്ച്ചോറ് വയ്ക്കാനും പാത്രം എടുക്കുക. അതിലൊക്കെ 2 വലിയ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സവോലയൊക്കെ, ആ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഒരു സവോല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പറ്റ എടുത്തിട്ടുണ്ട്. 4 ഏലക്കായ, 4 ഗ്രാമ്പ്. ഇതൊക്കെ നല്ല ചെറുതായിട്ട് കളർ മാറിയാൽ മതി. അതിനുശേഷം നമുക്ക് ജീരകശാല അരിയാണ് യൂസ് ആക്കാറുള്ളത്. ഈ ബിരിയാണിക്ക് ഈ അരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് വെള്ളം ഒഴിക്കേണ്ടത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണുണ്ട് അളവ് നോക്കിയിട്ട് അരി എടുക്കുക. ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ്സിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിൻ്റെ ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിട്ടോ, ചോറ് റെഡിയാവും. ഇനി നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ട, 10 മിനിറ്റ് മതിട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കാം, സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമ്മൾ ചിക്കൻ നോക്കാം കേട്ടോ. ചിക്കൻ ഇപ്പുറത്തെ അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ആ വെള്ളമൊക്കെ പോകുമ്പോഴേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണേ, വെള്ളമൊക്കെ ഒറ്റിച്ച് എടുക്കണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം കേട്ടോ. ആ ഉപ്പ് നോക്കിയിട്ടുണ്ട്. ഉപ്പ് എരിവും ഒക്കെ പാകമാണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് കുക്കാവട്ടെ കേട്ടോ. അതിന് ശേഷം ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്, അതൊക്കെ കുക്കിങ്ങിലാണ് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ കൂടി നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ദം ചെയ്യാൻ പാത്രത്തിലേക്ക് നമുക്ക് ആ ചിക്കനും മാറ്റി കൊടുക്കുക. അതിൻ്റെ ശേഷം ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചോറ് നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ചിക്കൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കിസ്മിസ്, കാഷ്യനട്ട്, സവാളയും ഇട്ട് കൊടുക്കുക. നമുക്ക് അങ്ങനെ ചോറ് മുകളിലേക്ക് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുക. ഇനി നമുക്ക് ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ദം ചെയ്യാൻ വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എയർ പോവാതെ നമുക്ക് ദം ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.